എല്ലാവർക്കും നമസ്കാരം. കോട്ടയം തിരുനക്കര തൃക്കൈക്കാട്ട് സ്വാമിയാർ മഠം ശ്രീരാമ ഹനുമത് ദേവസ്ഥാനം ശ്രീശങ്കര ആർഷ വിദ്യാപീഠത്തിലെ കുട്ടികൾ രാമായണ മാസത്തോടനുബന്ധിച്ച് നടത്തിവരുന്ന രാമായണ പാരായണ പരമ്പരയിൽ അധ്യാത്മരാമായണം ഇന്ന് ബാലിയുടെ പരിഭവ ഭാഷണം, താരാവിലാപം, താരോപദേശം, ഇങ്ങനെ ഉള്ള 3 ഭാഗങ്ങളാണ് പാരായണം ചെയ്യപ്പെടുന്നത്. പാരായണം ചെയ്യുന്നത് അഭിറാം അജയ്. എല്ലാ ക്ലാസ്സും വളരെ റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യുന്ന മിടുക്കനാണ് അഭിറാം അജയ്. ഇന്നലെ രാമസന്ധ്യാനാമം അഭിറാം ജപിച്ചിരുന്നു. ഇന്ന് രാമായണം പാരായണം ചെയ്യുന്നു. അതിനുശേഷം രാമസന്ധ്യാനാമം ചൊല്ലുന്നത് ആദിദേവ്. അതിഥി എന്ന ചെറിയ കുട്ടി ഏകശ്ലോക രാമായണവും ചൊല്ലുന്നു. എല്ലാ കുട്ടികളെയും ഏറ്റവും സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാ ശ്രോതാക്കളെയും കുട്ടികളെ അനുഗ്രഹിക്കാനായി എത്തിയിരിക്കുന്ന എല്ലാവരുടെയും പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് അവരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അഭിരാമിനെ പ്രോഗ്രാം അവതരിപ്പിക്കുന്നതിനായിട്ട് ക്ഷണിക്കുന്നു. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയോധമുഖ്യം ശ്രീരാമദൂതം മനസാ സ്മരാമി. ബാലിയുടെ പരിഭവ ഭാഷണം. എന്തു ഞാനൊന്നു നിന്നോടു പിഴച്ചതു, എന്തിനെന്നെ കൊല ചെയ്തു വെറുതെ നീ. വ്യാജേന ചോരധർമ്മത്തെയും കൈക്കൊണ്ടു രാജധർമ്മത്തെ വെടിഞ്ഞതെന്തിങ്ങനെ. എന്തൊരു കീർത്തി ലഭിച്ചതിതുകൊണ്ടു ചിന്തിക്ക രാജകുലോദ്ഭവനല്ലോ നീ. വീരധർമ്മം നിരൂപിച്ചു കീർത്തിക്കെങ്കിൽ നേരെ പൊരുതു ജയിക്കേണമേവനും. എന്തോന്നു സുഗ്രീവനാൽ കൃതമായതും എന്തു മറ്റെന്നാൽ കൃതമല്ലയാഞ്ഞതും. രക്ഷോവരൻ തവ പത്നിയെ കട്ടതിനർക്കാത്മജന ശരണമായി പ്രാപിച്ചു നിഗ്രഹിച്ചു ഭവാൻ എന്നെയെന്നാകിലോ വിക്രമം മാമകം കേട്ടറിയുന്നീലേ. ആരറിയാത്തതു 3 ലോകത്തിലും വീരനാമെന്നുടെ ബാഹുപരാക്രമം. ലങ്കാപുരത്തെ ത്രികൂടമൂലത്തോടും ശങ്കാവിഹീനം ദശാസ്യനോടും കൂടെ ബന്ധിച്ചു ഞാനരനാഴിക കൊണ്ടു നിന്നന്തികെ വെച്ചു തൊഴുതേനുമാദരാൽ. ധർമ്മിഷ്ഠനെന്നു ഭവാന് ലോകത്തിങ്കൽ നിർമ്മലന്മാർ പറയുന്നു രഘുപതേ. ധർമ്മമെന്തോന്നു ലഭിച്ചതിതുകൊണ്ടു നിർമൂലമിങ്ങനെ കാട്ടാളനെ പോലെ. വാനരത്തെ ചതി ചെയ്തു കൊന്നിട്ടൊരു മാനമുണ്ടായതെന്തെന്നു പറക നീ. വാനരമാംസമ ഭക്ഷ്യമത്രേ ബത മാനസേ തോന്നിയതെന്തിതു ഭൂപതേ. ഇത്തം ബഹുഭാഷണം ചെയ്ത ബാലിയോടുത്തരമായരുൾ ചെയ്തു രഘുത്തമൻ. ധർമ്മത്തെ രക്ഷിപ്പതിനായുധവുമായി നിർമത്സരം നടക്കുന്നിതു നീളെ ഞാൻ. പാപിയായോരധർമ്മിഷ്ഠനാം നിന്നുടെ പാപം കളഞ്ഞു ധർമ്മത്തെ നടത്തുവാൻ. നിന്നെ വധിച്ചതു ഞാൻ മോഹബദ്ധനായി നിന്നെ നീയേതുമറിയാഞ്ഞതുമെടോ. പുത്രി ഭഗിനി സഹോദര ഭാര്യയും പുത്രകളത്രവും മാതാവുമേതുമേ ഭേദമില്ലെന്നല്ലോ വേദവാക്യമതു ചേതസി മോഹാൽ പരിഗ്രഹിക്കുന്നവൻ. പാപികളിൽ വെച്ചുമേറ്റം മഹാപാപി താപമവർക്കതിനാലെ വരുമല്ലോ. മര്യാദ നീക്കി നടക്കുന്നവർക്കളെ
ശൗര്യമേറും നൃപന്മാർ നിഗ്രഹിച്ചത ധർമ്മസ്ഥിതി വരുത്തും ധരണീതലേ നിർമ്മലാത്മാനെ നിരൂപിക്ക മാനസേ ലോകവിശുദ്ധി വരുത്തുവാനായിക്കൊണ്ടു ലോകപാലന്മാർ നടക്കുമെല്ലാടവും ഏറെ പറഞ്ഞു പോകായികവരോടതും പാപത്തിനായി വരും പാപികൾക്കേറ്റവും ഇത്തമരുൾ ചെയ്തതൊക്കവെ കേട്ടാശു ചിത്തവിശുദ്ധി ഭവിച്ചു കപീന്ദ്രനും രാമനെ നാരായണനെന്നറിഞ്ഞുടൻ താമസഭാവമകന്നു സസംഭ്രമം ഭക്ത്യാ നമസ്കൃത്യ വന്ദിച്ചു ചൊല്ലിനാനിത്തം മമാപരാധം ക്ഷമിക്കേണമേ. ശ്രീരാമ രാമ മഹാഭാഗരാഘവ നാരായണൻ നിന്തിരുവടി നിർണയം ഞാനറിയാതെ പറഞ്ഞതെല്ലാം തവ മാനസേ കാരുണ്യമോടും ക്ഷമിക്കണം. നിന്തിരുമേനിയും കണ്ടാശു നിന്നന്തികെ താവകമായ ശരമേറ്റു ദേഹമുപേക്ഷിപ്പതിന്നു യോഗം വന്നതാഹന്ത ഭാഗ്യമെന്തോന്നു ചൊല്ലാവതും സാക്ഷാൽ മഹായോഗിനാമപി ദുർലഭം മോക്ഷപ്രദം തവ ദർശനം ശ്രീപദേ. നിൻ തിരുനാമം മരിപ്പാൻ തുടങ്ങുമ്പോൾ സന്താപമുൾക്കൊണ്ടു ചൊല്ലും പുരുഷനു മോക്ഷം ലഭിക്കുന്നിതാകയാലിന്നുമേ സാക്ഷാൽ പുരസ്ഥിതനായ ഭഗവാനെ കണ്ടമ്പോടു നിന്നുടെ സായകം കൊണ്ടുമരിപ്പാനവകാശമിക്കാലം ഉണ്ടായതിനുള്ളി ഭാഗ്യാതിരേകമിതുണ്ടോ പലർക്കും ലഭിക്കുന്നതീശ്വര. നാരായണൻ നിന്തിരുവടി ജാനകി താരിൽ മാതാവായ ലക്ഷ്മി ഭഗവതി പങ്ക്തികണ്ഠൻ തന്നെ നിഗ്രഹിപ്പാനാശു പങ്ക്തിരഥാത്മജനായി ജനിച്ചു ഭവാൻ പത്മജൻ മുന്നമർത്ഥിക്കയാലെന്നതും പത്മവിലോചന ഞാൻ അറിഞ്ഞിടിനേൻ. നിന്നുടെ ലോകം ഗമിപ്പാൻ തുടങ്ങിയിടുമെന്നെ അനുഗ്രഹിക്കണം ഭഗവാനെ. എന്നോടു തുല്യ ബലനാകുമംഗതൻ തന്നിൽ തിരുവുള്ളമുണ്ടായിരിക്കണം. അർക്കതനയനും അംഗദബാലനുമൊക്കുമെനിക്കെന്നു കൈകൊൾക്ക വേണമേ. അമ്പും പറിച്ചു തൃക്കൈ കൊണ്ടടിയനേൻ പോടു മെല്ലെത്തലോടുകയും വേണം. എന്നതു കേട്ടു രഘൂത്തമൻ ബാണവും ചെന്നു പറിച്ചു തലോടിനാൻ മെല്ലവേ. മാനവവീരൻ മുഖാംബുജവും പാർത്തു വാനരദേഹമുപേക്ഷിച്ചു ബാലിയും യോഗീന്ദ്ര വൃന്ദദുരാപമായുള്ളൊരു ലോകം ഭഗവൽ പദം ഗമിച്ചിടിനാൻ. രാമനായൊരു പരമാത്മനാ ബാലി രാമപാദം പ്രവേശിച്ചോരനന്തരം മർക്കടൗഘം ഭയത്തോടോടി വേഗേന പുക്കിതു കിഷ്കിന്ധയായ പുരാജിരെ ചൊല്ലിനാർ താരയോടാശു കവികളും. സ്വർലോകവാസിയായി വന്നു കപീശ്വരൻ ശ്രീരാമസായകമേറ്റു രണാജിരെ താരേ കുമാരനെ വാഴിക്ക വൈകാതെ ഗോപുരവാതിൽ നാലും ദൃഢം ബന്ധിച്ചു ഗോപിച്ചു കൊൽക്ക കിഷ്കിന്ധ മഹാപുരം. മന്ത്രികളോടു നിയോഗിക്ക നീ പരിപന്ഥികളുള്ളിൽ കടക്കാതിരിക്കണം. താരാവിലാപം. ബാലി മരിച്ചതു കേട്ടോരു താരയുമോലോല വീഴുന്ന കണ്ണുനീരും വാർത്തു ദുഃഖേന വക്ഷസി താടിച്ചു ഗദ്ഗദവാചാ പറഞ്ഞു പലതരം. എന്തിനെനിക്കിനി പുത്രനും രാജ്യവും എന്തിനു ഭൂതലവാസവും മേ വൃഥ. ഭർത്താവു തന്നോടു കൂടെ മടിയാതെ മൃത്യുലോകം പ്രവേശിക്കുന്നതുണ്ടു ഞാൻ. ഇത്തം കരഞ്ഞവൾ ചെന്നുതൻ രക്തപാംസുക്കളണിഞ്ഞു കിടക്കുന്ന ഭർത്തൃകളേവരം കണ്ടു മോഹം പൂണ്ടു പുത്രനോടും കൂടെ ഏറ്റം വിവശയായി. വീണിതു ചെന്നു പാദാന്തികേ താരയും കേണു തുടങ്ങിനാൾ പിന്നെ പലതരം. ബാണമേ തിന്നെയും കൊന്നീടു നീ മമ പ്രാണനാഥന്നു പുറാ പിരിഞ്ഞാലടോ. എന്നെ പതിയോട് കൂടെയക്കിലോ കന്യകാദാന ഫലം നിനക്കും വരും. ആര്യനാം നിന്നാലനുഭൂതമല്ലയോ
ഭാര്യാവിയോഗജ ദുഃഖം രഘുപതേ വ്യഗ്രവും തീർത്തുരുമയുമായി വാഴ്കനേ സുഗ്രീവ രാജഭോഗങ്ങളോടും ചിരം. ഇത്തം പറഞ്ഞു കരയുന്ന താരയോടുത്തരമായരുൾ ചെയ്തു രഘുവരൻ തത്വജ്ഞാനോപദേശേന കാരുണ്യേന ഭർതൃവിയോഗ ദുഃഖം കളഞ്ഞിടുവാൻ. താരോപദേശം. എന്തിനു ശോകം വൃഥാ തവ കേൾക്കനേ ബന്ധമില്ലേതുമിതിന്നു മനോഹരേ. നിന്നുടെ ഭർത്താവു ദേഹമോ ജീവനോ ധന്യേ പരമാർത്ഥമെന്നോടു ചൊല്ലുനീ. പഞ്ചഭൂതാത്മകം ദേഹമേറ്റം ജഡം സഞ്ചിതം ത്വങ്മാംസരക്താസ്ഥി കൊണ്ടെടോ. നിശ്ചേഷ്ടകാഷ്ഠതുല്യം ദേഹമോർക്ക നീ നിശ്ചയമാത്മാവു ജീവൻ നിരാമയൻ. ഇല്ല ജനനം മരണവുമില്ല കേളല്ലലുണ്ടാകായ്കതു നിനച്ചേതുമേ. നിൽക്കയുമില്ല നടക്കയുമില്ല കേൾ ദുഃഖ വിഷയവുമല്ലതു കേവലം. സ്ത്രീ പുരുഷ ക്ലീബ ഭേദങ്ങളുമില്ല താപശീതാദിയുമില്ലെന്നറിക നീ. സർവകൻ ജീവനേകൻ പരനദ്വയനവ്യയനാകാശതുല്യനലേപകൻ. ശുദ്ധമായി നിത്യമായി ജ്ഞാനാത്മകമായ തത്വമോർത്തെന്തു ദുഃഖത്തിനു കാരണം. രാമവാക്യാമൃതം കേട്ടോരു താരയും രാമനോടാശു ചോദിച്ചിതു പിന്നെയും. നിശ്ചേഷ്ടകാഷ്ഠതുല്യം ദേഹമായതും സച്ചിദാത്മാ നിത്യനായതു ജീവനും. ദുഃഖസുഖാദി സംബന്ധമാർക്കെന്നുള്ളതൊക്കെ അരുൾ ചെയ്ക വേണം ദയാനിധേ. എന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ ധന്യേ രഹസ്യമായുള്ളതു കേൾക്ക നീ. യാതൊരളവു ദേഹേന്ദ്രിയാഹങ്കാര ഭേദഭാവേന സംബന്ധമുണ്ടായി വരും. അത്ര നാളേക്കും ആത്മാവിനും സംസാരമെത്തും അവിവേക കാരണാൽ നിർണയം. ഓർക്കിൽ മിഥ്യാഭൂതമായ സംസാരവും പാർക്കതാനേ വിനിവർത്തിക്കയില്ലടോ. നാനാ വിഷയങ്ങളെധ്യായമാനനാം മാനവനെങ്ങനെയെന്നതും കേൾക്ക നീ. മിഥ്യാഗമം നിജസ്വപ്നേ യഥാ തഥാ സത്യമായുള്ളതു കേട്ടാലുമെങ്കിലോ. നൂനമനാദ്യ വിദ്യാബന്ധഹേതുന താനാമഹം കൃതിക്കാശു തൽക്കാര്യമായി. സംസാരമുണ്ടാമ പാർത്ഥകമായതും സംസാരമോ രാഗരോഷാദിസങ്കുലം. മാനസം സംസാര കാരണമായതും മാനസത്തിനു ബന്ധം ഭവിക്കുന്നതും. ആത്മമനസ്സമാനത്വം ഭവിക്കയാൽ ആത്മനസ്തൽ കൃതബന്ധം ഭവിക്കുന്നു. രക്താദിസാന്നിധ്യമുണ്ടാക കാരണം ശുദ്ധസ്ഫടികവും തദ്വർണമായി വരും. വസ്തുതയാ പാർക്കിലില്ല തദ്രഞ്ജന ചിത്തേ നിരൂപിച്ച കാൺക നീ സൂക്ഷ്മമായി. ബുദ്ധീന്ദ്രിയാദി സാമീപ്യമുണ്ടാകയാൽ എത്തുമാത്മാവിനു സംസാരവും ബലാൽ. ആത്മസ്വലിംഗമായ ഒരു മനസ്സിനെ താൽപര്യമോട് പരിഗ്രഹിച്ചിട്ടല്ലോ. തൽസ്വഭാവങ്ങളായുള്ള കാമങ്ങളെ സത്വാദികളാം ഗുണങ്ങളാൽ ബദ്ധനായി സേവിക്കയാൽ അവശത്വം കലർന്നതു ഭാവിക്ക കൊണ്ടു സംസാരേ വലയുന്നു. ആദൗ മനോഗുണാൻ സൃഷ്ട്വാ തതസ്തദാ വേദം വിധിക്കും ബഹുവിധ കർമ്മങ്ങൾ. ശുക്ലരക്താസിത ഭേദഗതികളായി മിക്കതും തൽസമാന പ്രഭാവങ്ങളായി. ഇങ്ങനെ കർമ്മവശേന ജീവൻ ബലാലെങ്ങുമാ ഭൂതപ്ലവം ഭ്രമിച്ചിടുന്നു. പിന്നെ സമസ്ത സംഹാരകാലേ ജീവൻ അന്വമനാദ്യ വിദ്യാവശം പ്രാപിച്ചു. തിഷ്ടത്യഭിനിവേശത്താൽ പുനരഥ സൃഷ്ടികാലേ പൂർവവാസനയാ സമം. ജായതേ ഭൂയോ ഘടീയന്ത്രവത്സദാ മായാബലത്താലതാർക്കൊഴിക്കാമെടോ. യാതൊരിക്കൽ നിജ പുണ്യവിശേഷേണ ചേതസി സത്സംഗതി ലഭിച്ചിടുന്നു. മദ്ഭക്തനായ ശാന്താത്മാവിനു പുനരപ്പോളവൻ മതിമദ്വിഷയാദൃഢം. ശ്രദ്ധയുമുണ്ടാം കഥാശ്രവണേ മമ ശുദ്ധസ്വരൂപ വിജ്ഞാനവും ജായതേ. സൽഗുരുനാഥ പ്രസാദേന മാനസേ മുഖ്യവാക്യാർത്ഥ വിജ്ഞാനമുണ്ടായി വരും.
ദേഹേന്ദ്രിയ മനഃപ്രാണാദികളിൽ നിന്നാഹന്ത വേറൊന്നു നൂനമാത്മാവിതു സത്യമാനന്ദമേകം പരമദ്വയം നിത്യം നിരുപമം നിഷ്കളം നിർഗുണം ഇത്തമറിയുമ്പോൾ മുക്തനാമപ്പോഴേ സത്യം മയോദിതം യാതൊരുത്തൻ വിചാരിക്കുന്നതിങ്ങനെ ചേതസി സംസാര ദുഃഖമവനില്ല നീയും മയാ പ്രോക്തമോർത്തു വിശുദ്ധയായി മായാവിമോഹം കളകമനോഹരേ കർമ്മബന്ധത്തിങ്കൽ നിന്നുടൻ വേർപ്പെട്ടു നിർമ്മല ബ്രഹ്മണി തന്നെ ലയിക്കനേ ചിത്തേ നിനക്കു കഴിഞ്ഞ ജന്മത്തിങ്കൽ എത്രയും ഭക്തിയുണ്ടെങ്കലതുകൊണ്ടു രൂപവുമേവം നിനക്കു കാട്ടിത്തന്നു താപമിനിക്കളഞ്ഞാലും അശേഷം നീ മദ്രൂപമീദൃശം ധ്യാനിച്ചുകൊള്ളുകയും മദ്വചനത്തെ വിചാരിച്ചുകൊള്ളുകയും ചെയ്താൽ നിനക്കു മോക്ഷം വരും നിർണയം കൈതവമല്ല പറഞ്ഞതു കേവലം ശ്രീരാമവാക്യമാനന്ദേന കേട്ടോരു താരയും വിസ്മയം പൂണ്ടു വണങ്ങിനാൾ മോഹമകന്നു തെളിഞ്ഞിതു ചിത്തവും ദേഹാഭിമാനജ ദുഃഖവും പോക്കിനാൾ ആത്മാനുഭൂതി കൊണ്ടാശു സന്തുഷ്ടയായ ആത്മബോധേന ജീവൻ മുക്തയായിനാൾ മോക്ഷപ്രദനായ രാഘവൻ തന്നോടു കാൽക്ഷണം സംഗമമാത്രേണ താരയും ഭക്തി മുഴുത്തിട്ട നാദിബന്ധം തീർന്നു മുക്തയായ ആളൊരു നാരിയെന്നാകിലും വ്യഗ്രമെല്ലാം അകലെപ്പോയി തെളിഞ്ഞതു സുഗ്രീവനുമിഹ കേട്ടോരനന്തരം അജ്ഞാനമെല്ലാം അകന്നു സൗഖ്യം പൂണ്ടു വിജ്ഞാനമോടതി സ്വസ്ഥനായാൻ തുലോ. ഈ കർക്കിടക മാസത്തിൽ എനിക്ക് ഇങ്ങനെ നിങ്ങളുടെ മുന്നിൽ പാരായണം ചെയ്യാൻ അവസരം തന്ന സ്വാമിയാർ മഠത്തിലെ എല്ലാ ഗുരുക്കന്മാർക്കും എന്റെ പ്രണാമം. നന്നായിരുന്നു കേട്ടോ കുട്ടാ, നന്നായിട്ട് ചൊല്ലിയേ, വളരെ നന്നായിരുന്നു കേട്ടോ. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ കുഞ്ഞിന്. ഓക്കെ, അടുത്തതായി രാമസന്ധ്യാനാമം ഏകശ്ലോക രാമായണം അതിഥി, അതിനുശേഷം രാമസന്ധ്യാനാമം ആദിദേവ്. എല്ലാവർക്കും സൈറാം. ഏകശ്ലോക രാമായണം. പൂർവം രാമതപോവനാദിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീകരണം ജടായുമരം സുഗ്രീവ സംഭാഷണം ബാലീ നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാത് രാവണകുംഭം ഏതത്തി രാമായണം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം മനസാ സ്മരാമി. വാരിധി തന്നിൽ തിരമാലകളഞ്ഞു ഭാരതീ പദാവലി തോന്നേണം കാലേ കാലേ. രാമ 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 രാഘവാമോഹരം രാവണാന്തകാമുകുന്ദം വൃത്തിമുക്തിദായക പുരന്ദരാതിസേവിത ഭാഗ്യവാരി തേജയാ മുകുന്ദ രാമപാകിന. ദീനതകൾ നീക്കി നീ അനുഗ്രഹിക്ക സാദരം മാനവാശി കാമണേ മുകുന്ദ രാമപാകിന. നിൻചരിതമോതുവൻ വിലോമ തോന്നണം പഞ്ചസായ കോപമാ മുകുന്ദ രാമപാകിന. ശങ്കര സദാശിവ നമ ശിവായ മംഗള ചന്ദ്രശേഖര ഭഗവത് ഭക്തി കൊണ്ടു ഞാനിതാ രാമമന്ത്രം ഓതിടും ഇതാ മയങ്ങും നീങ്ങുവാൻ. രാമ രാഘവ മുകുന്ദ രാമപാകിന. നന്നായിട്ട് ചൊല്ലി കേട്ടോ അതിഥി കുട്ടി, നന്നായിരുന്നു കേട്ടോ. ശരി, നീ പഠിക്കണം എന്നറിയാം കേട്ടോ.
ആദിദേവ്. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം മനസാ സ്മരാമി. വാരിധി തന്നിൽ തിരമാലകളെന്ന പോലെ ഭാരതീ പദാവലി തോന്നേണം കാലേ കാലേ. രാമ 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 പാഹി മാം. രാഘവാ മനോഹരാ മുകുന്ദ രാമ പാഹി മാം. രാവണാന്തകാ മുകുന്ദ രാമ രാമ പാഹി മാം. ഭക്തിമുക്തിദായക പുരന്ദരാധിസേവിത ഭാഗ്യവാരിധേ ജയാ മുകുന്ദ രാമ പാഹി മാം. ദീനത കൽക്കി നീ അനുഗ്രഹിക്ക സാദരം മാനവാശിഖാമണി മുകുന്ദ രാമ പാഹി മാം. നിൻചരിതമോതുവാൻ നിലവിലോന്മതോന്നണം പഞ്ചസായ കോപമാ മുകുന്ദ രാമ പാഹി മാം. ശങ്കര സദാശിവ നമ ശിവായ മംഗള ചന്ദ്രശേഖര ഭഗവൽ ഭക്തി കൊണ്ടു ഞാനിത രാമമന്ത്രമോതിടുന്നിതാമയങ്ങൾ നീങ്ങുവാൻ രാമ രാഘവ മുകുന്ദ രാമ രാമ പാഹി മാം. രാമ 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 പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. ശിക്ഷയോടു മത്സ്യമായ അവതരിച്ച മാധവ ഭക്ഷസാംഗിതം ഭവിച്ച രാമ രാമ പാഹി മാം. ധർമ്മമോടു മന്ദരമുയർത്തുവനായ ഉടൻ കൂർമ്മമായ അവതരിച്ച രാമ രാമ പാഹി മാം. പാരിടം പിളർന്നു ചെന്നു തേറ്റമേലി ഭൂമിയെ പനിയായി വീണ്ടുകൊണ്ട രാമ രാമ പാഹി മാം. നാരസിംഹരൂപമായി അവതരിച്ചു നീതിയായി ഹിരണ്യനെ ഹനിച്ച രാമ പാഹി മാം. ജഗത്രയങ്ങൾ മൂന്നടിയായി അങ്ങളെന്നു വാങ്ങുവാൻ ജാതനായ വാമന മുകുന്ദ രാമ പാഹി മാം. അങ്ങയോടു ഭൂമി തന്നെ ബ്രാഹ്മണർക്കു നൽകുവാൻ ഭാർഗവന വന്നുദിച്ച രാമ രാമ പാഹി മാം. ഭൂമി ഭാരമാസു തീർത്തു രക്ഷ ചെയ്വതിന്നഹോ ബ്രഹ്മദേവനാൽ വരിച്ച രാമ രാമ പാഹി മാം. ആകയാൽ അയോധ്യമന്നനാം ദശരഥനുടെ ആത്മപുത്രനായി ജനിച്ച രാമ രാമ പാഹി മാം. രാമ 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 പാഹി മാം. രാമ 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 പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. ദുഷ്ടരാം നിശാചരവധം കഴിച്ചു യാഗവും പുഷ്ടമായി മുടിച്ചു നീ മുകുന്ദ രാമ പാഹി മാം. ഗൗതമന്റെ ശാപമേറ്റു കല്ലതായി കിടന്നൊരു പഞ്ചനേർമിഴിക്കു മോക്ഷമീണ്ട രാമ പാഹി മാം. വിദേഹരാജ്യമുൾക്കു ഹിന്ദു വിശ്വനായകനുടെ വിൽമുറിച്ചു സീതയെ വരിച്ച രാമ പാഹി മാം. അച്ഛനോടും അമ്മയോടും ആശീർവാദവും വഹിച്ചു തുച്ഛമായ വൽക്കല ധരിച്ച രാമ പാഹി മാം. ഭരതഭാഷിതം ശ്രവിച്ചു പൈതൃകർമ്മ തർപ്പണങ്ങൾ ഭക്തിയായി കഴിച്ച വീട രാമ രാമ പാഹി മാം. പാതുകം ഭരതനങ്ങു പൂജ ചെയ്തു കൊള്ളുവാൻ പ്രീതിയായി കൊടുത്തയച്ച രാമ രാമ പാഹി മാം. ഭക്തനാം ജടായുവിനു മോക്ഷവും കൊടുത്തു പിന്നെ ശക്തനാം കബന്ധനെ വധിച്ച രാമ പാഹി മാം. ശബരിയാശ്രമേ ഗമിച്ചു സർവകാര്യവും ഗ്രഹിച്ചു ശബരിയും ഗതിയടങ്ങു രാമ രാമ പാഹി മാം.
സീതയോടു ചൊൽവതിന്നു ശില്പമായ വാക്യവും ചന്തമോടു ചൊല്ലിവിട്ട രാമ രാമ പാഹിമം. ഇന്ദ്രജിത്തിനോടെതിർത്തു ബ്രഹ്മപാശമേറ്റതും ഇംഗിതത്തോടങ്ങറിഞ്ഞ രാമ രാമ പാഹിമം. ലങ്ക ചുട്ടു ഭസ്മമാക്കി വന്ന മാരുതിക്കുടൻ സങ്കടങ്ങളാച്ചു തീർത്ത രാമ രാമ പാഹിമം. വഞ്ചിറ തൊടുത്തു പിന്നെ വാചമോദമോടുടൻ വാരിധി കടന്നു ചെന്ന രാമ രാമ പാഹിമം. കമ്പമാർന്ന രാവണന്റെ തമ്പിയായി വിലസിടുന്ന കുംഭകർണനെ ഹനിച്ച രാമ രാമ പാഹിമം. ഇന്ദ്രജിത്തിനെ വധിച്ച സുന്ദരകുമാരനായ ലക്ഷ്മണാഗ്രജാവിപു മുകുന്ദ രാമ പാഹിമം. ദുഷ്ടനാം ദശാനനന്റെ കണ്ഠവും മുറിച്ചു പിന്നെ ശിക്ഷരക്ഷ ചെയ്തു കൊണ്ട രാമ രാമ പാഹിമം. രാക്ഷസാകുലം മുടിച്ചു രക്ഷയും വസുന്ധരയ്ക്കു തൽക്ഷണേ വരുത്തി വെച്ച രാമ രാമ പാഹിമം. പന്നിമണ്ഡലേയിരുന്ന സീതയെ വഹിച്ചു കൊണ്ടുവന്ന യോധ്യ പുക്കിരുന്ന രാമ രാമ പാഹിമം. രത്നമകുടവും ധരിച്ചു ദേവിയോടു കൂടവേ രത്നമഞ്ചമങ്ങതിൽ വസിച്ച രാമ പാഹിമം. രാജ്യവാസിയായവർക്കു പൂജനായിരുന്നു തത്ര രാജ്യപാലനം വഹിച്ച രാമ രാമ പാഹിമം. ചന്ദ്രനാമ സംഗ്രഹം കലി വിനാശനം പരം സന്ധ്യനേരമിങ്ങനെ ലഭിക്കമിന്ന സാദരം. ഭക്തിയോട് സന്ധ്യനാമ കീർത്തനം കഥിച്ചു ഞാൻ മുക്തി വന്നിടാനുകുന്ദ രാമ രാമ പാഹിമം. രാമ 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 പാഹിമം. എല്ലാവർക്കും സായിറാം. എനിക്കിന്നിവിടെ ഒരവസരം തന്ന പരമേശ്വരൻ സാറിനും മധു മാഷിനും സോമൻ മാഷിനും എല്ലാവരുടെയും പാതാര ബിന്ദങ്ങളിൽ നമസ്കരിക്കുന്നു. സായിറാം. സായിരാം. നന്നായിട്ട് ചൊല്ലി കേട്ടോ, എടുക്കാനായിട്ട് ചൊല്ലി. ഓക്കെ, നാളത്തേക്ക് റെഡി ആയിക്കോണം. സമയത്തിന് കേറിക്കോണം. ചേട്ടാ. സായിറാം. സായിറാം. അഭിരാം അജയ്, ആ കുഞ്ഞ് ബാലിയുടെ പരിഭവ ഭാഷണം ചാരോപദേശവും തുടങ്ങിയ പദ്യങ്ങളാണ് ചൊല്ലിയത്. നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന സമസ്ത ദുഃഖങ്ങളും അതിനൊക്കെ എങ്ങനെയെല്ലാമാണ് പരിഹാരം ഉണ്ടാക്കുന്നതെന്നും എല്ലാം വളരെ വിശദമായിട്ട് സുന്ദരമായിട്ടാണ് അവതരിപ്പിച്ചത്. ഭഗവാനെ ആശ്രയിച്ച് ഭഗവത് ഭക്തിയോടുകൂടി ഭഗവാനിൽ വിശ്വസിച്ച് ജീവിതം നയിക്കുകയാണെങ്കിൽ എല്ലാത്തിനും സമാധാനം ഉണ്ടാകും, സന്തോഷപ്രദമായിട്ട് ജീവിതം നയിക്കാനായിട്ട് സാധിക്കും, ജന്മസാഫല്യം ഉണ്ടാകുകയും ചെയ്യും. അത് തിരിച്ചറിഞ്ഞ് ഈ വരികളിലൂടെ ശരിക്കതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കി ജീവിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഒന്നും നോക്കേണ്ട, വളരെ സന്തോഷമായിട്ട് തന്നെ കഴിയാൻ സാധിക്കും. ഈ സന്തോഷമാണല്ലോ എല്ലാവരും ആഗ്രഹിക്കുന്നത്. വേറെന്ത് ആരെ ആശ്രയിച്ചാലും ശരി, ഭഗവാനെ ആശ്രയിച്ചില്ലെങ്കിൽ ദുഃഖം മാത്രമേ കാണത്തുള്ളൂ. അതിന് പരിഹാരമായിട്ട് ഉണ്ടാകാവുന്ന കാര്യങ്ങൾ സത്യങ്ങളാണ്, ശാശ്വതമായ സത്യങ്ങളാണ് ഈ വരികളിലൂടെ നമ്മളെ പഠിപ്പിച്ചത്. ആതിഥേയവും അതിഥിയും സഹോദരനും സഹോദരിയാണ്. സന്ധ്യാനാമം ചൊല്ലി അതിഥിക്ക് സുഖമില്ലാതിരിക്കുകയാണ്. എന്നിട്ടും വന്ന് ആ കുഞ്ഞ് ഏകശ്ലോകി രാമായണം അവതരിപ്പിച്ചു, ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. ആദിദേവന് സംഗീതാത്മകമായിട്ട് തന്നെ സന്ധ്യാനാമം ചൊല്ലാനായിട്ട് സാധിച്ചു. ആദിദേവ് ഒരു അഷ്ടപതി പഠിക്കുന്ന കുട്ടിയുടെയാണ്. അവർ രണ്ടുപേരും നന്നായിട്ട് തന്നെ അവരുടെ ആ കർമ്മം നിർവഹിച്ചു. കുട്ടികൾക്ക് രണ്ടുപേർക്കും അങ്ങേയറ്റം ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവർക്ക് എല്ലാ നന്മകളും നേരുന്നു. നന്ദി, നമസ്കാരം. സായിറാം. 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 नमस्ते सर. साईराम. സായിരാം. സായിരാം. അഭിരാം, അദിതി ആൻഡ് ആദിദേവ് 3 പേരും ഭംഗിയായിട്ട് ചൊല്ലി.
അഭിരാം ഇന്ന് ഷഹാന രാഗത്തിലാണ് ആദ്യത്തെ 2 സ്തുതിയും ചൊല്ലിയത് അല്ലേ? ഇത് ഭംഗിയായിട്ട് ചൊല്ലി മോനെ. എത്ര ഈണത്തില് രാഗാത്മകമായിട്ട് സൂപ്പർ ആയിരുന്നു കേട്ടോ, നല്ലോണം ചൊല്ലി. പിന്നെ അദിതി ആദിദേവ് രണ്ടുപേരും നന്നായിട്ട് ചൊല്ലി. മോളുടെ നല്ല വോയിസ് ആണ് കേട്ടോ, നല്ല ശബ്ദമാണ് മോൾക്ക് ഭഗവാൻ തന്നിരിക്കുന്നത്. ആദിദേവ് അതെ നല്ല ഈണത്തിലാണ് ചൊല്ലിയത്. 3 പേരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. എല്ലാ പ്രാർത്ഥനകളും. നമസ്കാരം. സായിറാം, നമസ്കാരം. നമസ്കാരം. മൂന്നുപേരും അതിഥി, ആദിദേവ്, അഭിരാം 3 പേരും നല്ലോണം നല്ല പ്രസന്റേഷൻ ആയിരുന്നു. 3 പേരുടെയും വളരെ ഈണത്തിലാണ് സന്ധ്യാനാമം ചൊല്ലിയത്. അഭിരാം നല്ല സ്ഫുടതയോടുകൂടി പറഞ്ഞായിരുന്നു, ഇത് പാരായണം ചെയ്തു. വളരെ നന്നായിരുന്നു. പിന്നെ അതിഥിയുടെയും വളരെ നന്നായിരുന്നു. മോള് പറഞ്ഞ ആ ഭാഗങ്ങൾ വളരെ വൃത്തിയായിട്ടാണ് ചൊല്ലിയത്. വളരെ സന്തോഷം, കേൾക്കാനും നന്നായിരുന്നു. പിന്നെ പരമേശ്വരൻ സാറിൻ്റെയും മധുചേട്ടൻ്റെ എല്ലാ അനുഗ്രഹവും നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും. അവരുടെ ആ പ്രയത്നത്തിന്റെ മുമ്പില് നമിക്കുന്നു. അത്രയേ ഉള്ളൂ, വേറെ ഒന്നും പറയാനില്ല. എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. സായിരാം. സമചേട്ടാ. ഞാനുണ്ട്. നമ്മുടെ വില്ലന്മാരും വില്ലത്തികളൊക്കെ അതിഥിയും അതിഥി അഭിരാമും ശാപ്പാടൊക്കെ കഴിച്ചിട്ടാണോ വായിക്കണേ? ആണോ? 3 പേര് ശാപ്പാടൊക്കെ കഴിച്ചോ? മിണ്ടുന്നില്ലെല്ലാരും. ഞാനിപ്പോ നല്ലതാന്നല്ല എല്ലാവരും അതാ പറയണേ, അതേ പറയാനും ഉള്ളൂ. അപ്പൊ പിന്നെ ഞാൻ ഇനി വന്ന് നിങ്ങളുടെ ശാപ്പാട് കാര്യമൊക്കെ തോന്നിക്കൊള്ളാം. ഗംഭീരായിട്ടോ മക്കളെ, ഗംഭീരായിട്ടുണ്ട്. ഭഗവാൻ എപ്പോഴും കൂടെ ഉണ്ടായിക്കട്ടെ. ഈ 30 ദിവസം അല്ല, സാറിന്റെ ഡെയിലി ക്ലാസ്സില്ലേ, ആ ദിവസം ഭക്ഷണം കഴിക്കുമ്പോഴല്ലേ ശരീരം വലുതാവണേ. അതുപോലെ കുറോശെ എന്നും കഴിക്കുമ്പോഴാണ്, ഈ ഭഗവത് കാര്യം ചെയ്യുമ്പോഴാണ് എല്ലാ വളർച്ച ഉണ്ടാവണേ. അതെല്ലാ അനുഗ്രഹവും ഭഗവാൻ ഉണ്ടാവണേ. ചേച്ചി ഒന്ന് നന്നായിട്ട് ചിരിച്ചേ. മൂപ്പരുത്തി പതുക്കെ ചിരിക്കുള്ളൂ. മിടുക്കി. ശരി സാറേ, സായിരാം. എനിക്കൊരു ക്ലാസ് ഉണ്ട്. ആയിക്കോട്ടെ. സായിരാം. നാളത്തെ പ്രോഗ്രാം നോക്കാം. നാളെ 16ാമത്തെ ദിവസമാണ് നമ്മുടെ പ്രോഗ്രാമിന്റെ. നാളെ പാരായണം ചെയ്യുന്ന ഭാഗങ്ങള് ഹനുമത് സുഗ്രീവ സംവാദം, പിന്നെ ലക്ഷ്മണന്റെ പുറപ്പാട്, ലക്ഷ്മണ കോപം, സുഗ്രീവൻ രാമസന്നിധി, ഇത്രയും ഭാഗങ്ങളുണ്ട്. ആദ്യത്തെ ഭാഗം ആരാധ്യാവി പ്രഭു എന്ന കുട്ടി ചൊല്ലും. പിന്നീട് ലക്ഷ്മണന്റെ പുറപ്പാട്, ലക്ഷ്മണകോപം, സുഗ്രീവൻ രാമസന്നിധിയിൽ എന്ന ഭാഗങ്ങള് ആദിദേവ് നാളെ അവതരിപ്പിക്കും. രാമസന്ധ്യാനാമം, ഏകശ്ലോക രാമായണം ഒക്കെ ചൊല്ലുന്ന 4 കുട്ടികളുണ്ട് നാളെ അൻവിത് വി പ്രഭു, ഗൗതം കൃഷ്ണ, ഗൗരി കൃഷ്ണ, ശ്രേണിക, 4 കുട്ടികൾ നാളെ പങ്കെടുക്കുന്നുണ്ട്. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഇതേപോലെ ഇന്നത്തെ പോലെ എല്ലാവരും, ഇന്നിപ്പോ ഒരുപാട് കറണ്ടിന് പ്രോബ്ലം ഉണ്ട്, മഴയുടെ പ്രശ്നങ്ങളുണ്ട്, ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട് പലർക്കും. എന്നിട്ട് പോലും ഒരുപാട് പേര് ഇത് കേൾക്കാനായിട്ട്, കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കാനായിട്ട് ഉണ്ടായിരുന്നു. നാളെയും അതുപോലെ എല്ലാവരും പ്രസന്റ് ആവുക. പരമാവധി എല്ലാവരിലേക്കും ഈ സന്ദേശം എത്തിക്കുക. ഇപ്പോഴും കുറെ പുതിയ കുട്ടികളൊക്കെ ഞങ്ങൾക്കും രാമസന്ധ്യാനാമമൊക്കെ ചൊല്ലണം എന്നും പറഞ്ഞ് ഇങ്ങനെ ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. ചിലർ പഠിക്കുന്നു. നമുക്ക് എല്ലാവരെയും ഉൾക്കൊള്ളിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ദിവസം ഒരു 10-15 മിനിറ്റ് ചിലപ്പോൾ കൂടുതൽ എടുത്താൽ എല്ലാവരും അതൊന്ന് ക്ഷമിക്കണം. കറക്റ്റ് 9 മണിക്ക് അല്ലെങ്കിൽ 9:05 നമുക്ക് നിർത്താൻ പറ്റിയെന്ന് വരില്ല. ചില ദിവസങ്ങളിൽ ചില പുതിയ കുട്ടികൾ ഇങ്ങനെ ചോദിക്കുന്നു, അപ്പോൾ അവരെ അക്കോമഡേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതും കൂടെ ഒന്ന് മനസ്സിൽ കണക്കാക്കുക. ആ കുട്ടികളെയും അനുഗ്രഹിക്കുക. ഇനിയും കുട്ടികൾ വരട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. കൂടുതൽ കുട്ടികൾ വരട്ടെ. അങ്ങനെ ആ വീടുകളിലൊക്കെ ശ്രീരാമ നാമം ആ വീടുകളിലൊക്കെ കേൾക്കട്ടെ. അവിടെ അതുകൊണ്ട് മുഖരിതമാകട്ടെ.
ഭഗവത് അനുഗ്രഹം. രാമനാമം എവിടെയുണ്ടോ ഹനുമാൻ സ്വാമി അവിടെയുണ്ട്. അപ്പൊ ആ വീടുകളിലൊക്കെ ഒരു ഭയവുമില്ലാതെ ജീവിക്കാൻ, എല്ലാവിധത്തിലുള്ള ഭക്തി വളരാനും ഹനുമത് സ്വാമിയുടെ സാന്നിധ്യം അവരെ സഹായിക്കും എന്നുള്ളതിൽ ഒരു സംശയമില്ല. അതേമാതിരി സേവന സന്നദ്ധത ഉണ്ടാകാനും ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം. അപ്പൊ നമ്മള് വെറും സ്വാർത്ഥരായി ജീവിച്ചിട്ട് കാര്യമില്ല. നമുക്ക് പരമാവധി ആൾക്കാരെ സേവിക്കാനും നമുക്ക് സാധിക്കണം. അപ്പോ മാനവസേവ മാധവസേവ എന്ന് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് അന്വർത്ഥമാക്കാൻ ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം കൂടി ഉണ്ടെങ്കിൽ വളരെ എളുപ്പമായിരിക്കും. കാരണം ശ്രീരാമചന്ദ്ര സ്വാമിയുടെ സേവകനായിട്ടാണ് അദ്ദേഹം മുഴുവൻ രാമായണം മുഴുവൻ അദ്ദേഹം സേവകനായിട്ടാണ്. വേറെ ഒരു ചിന്തയില്ല അവിടെ. രാമനെ സേവിക്കുക എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ. അതുപോലെ ആയിരിക്കണം നമുക്കും നമ്മുടെ ജീവിതവും. എല്ലാവരെയും സ്നേഹത്തോടു കൂടി കാണാനും അവർക്കൊക്കെ സേവനം ചെയ്യുവാനുള്ള ഒരു മനസ്സ് നമുക്ക് കിട്ടണം. സേവനത്തിലൂടെ ഒരുപാട് സമാധാനം കിട്ടും മനസ്സിന്. ചെയ്തു നോക്കുമ്പോഴേ അറിയുള്ളൂ. അതുകൊണ്ടാണ് സ്വാമിയാർ മഠം സേവനപാതയില് വലിയ കാൽവയ്പ്പാണ് സ്വാമിയാർ മഠം നടത്തുന്നത്. നിങ്ങൾക്ക് പലർക്കും അറിയില്ലായിരിക്കും. അവിടെ ഒരു 130 വീടുകളിലേക്ക് നമ്മൾ മാസം തോറും വലിയ ഒരു കിറ്റ്, നല്ല രീതിയിൽ ഒരു ഭക്ഷണം കഴിക്കാൻ പറ്റാവുന്ന ഒരു കിറ്റ് 1000 രൂപ എടുത്ത് ഏതാണ്ട് അതിന് ചെലവ് വരും. അത്രയും നമ്മൾ എല്ലാ മാസവും കൊടുക്കുന്നുണ്ട്. അതേപോലെ പഠിക്കാൻ ഉള്ള ബുദ്ധിമുട്ടുള്ള, ഫീസിനൊക്കെ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് അത് കൊടുക്കുന്നുണ്ട്. പഠനോപകരണങ്ങൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ചില ആൾക്കാര് വീട്ടിൽ വയ്യാതെ ഇരുന്നവർക്ക് വലിയ കഠിനമായ ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ചെറിയ വണ്ടികളിൽ, പച്ചക്കറി വണ്ടിയോ അല്ലെങ്കിൽ പലഹാരമോ ഇങ്ങനെ വട അത് ഇതൊക്കെ ഉണ്ടാക്കി വിൽക്കുന്ന വണ്ടിയോ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ജീവിക്കാം. അങ്ങനെയുള്ളവർക്ക് ആ വണ്ടിയുടെ സൗകര്യം നമ്മൾ മേടിച്ചു കൊടുക്കുന്നുണ്ട്. വണ്ടി മേടിച്ചു കൊടുക്കുന്നുണ്ട്. കുറെ വണ്ടികൾ മേടിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ ഓൾറെഡി. പിന്നെ അതുമാതിരി സുഖമില്ലാത്ത ആൾക്കാർ, മരുന്ന് മേടിക്കാൻ പോലും കാശില്ലാതെ എത്രയോ രോഗികളുണ്ട്. അതിൽ അർഹതപ്പെട്ടവര് നമ്മളോട് അന്വേഷിക്കുമ്പോൾ അർഹതപ്പെട്ട ആൾക്കാർക്ക് നമ്മൾ ആ ഒരു സഹായവും അവിടെ ചെയ്യുന്നുണ്ട്. അതുമാതിരി ഒത്തിരി സേവനങ്ങൾ നമ്മുടെ സ്വാമിയാർ മഠത്തിൽ നടക്കുന്നുണ്ട്. മറ്റുള്ള അമ്പലങ്ങളെ പോലെ നമ്മൾ ആ ഒരു രീതിയല്ല നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. നമുക്ക് വരുമാനം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, സ്വാമിയാർ മഠത്തിലെ വരുമാനം എന്താണ്? നമ്മൾ ഭക്തര് അവിടെ ഭഗവാന് സമർപ്പിക്കുന്ന കാണിക്ക അല്ലെ. നമ്മൾ ഓരോ വഴിപാട് ചെയ്യുമ്പോഴും അവിടെ ഭഗവാന് മുമ്പിലാണ്, ഭഗവാന്റെ മുമ്പിൽ നമ്മൾ സമർപ്പിക്കുകയാണ്. എല്ലാം ഭഗവാന്റെ തന്നെയാണ് എന്ന് സമർപ്പിക്കുകയാണ്. അതിൽ നിന്നാണ് നമ്മൾ ഈ സേവനങ്ങളൊക്കെ ചെയ്യുന്നത്. ആ പൈസ വേറെ ഒരു വഴിക്കും ധൂർത്തടിച്ച് കളയുന്ന ഒരു പരിപാടി ഇല്ല നമ്മുടെ അവിടെ. ആ മഠത്തിന്റെ പ്രത്യേകത, ഒരു ആശ്രമം എങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത് ആ രീതിയിലാണ് അത് പ്രവർത്തിക്കുന്നത്. അപ്പോ അങ്ങനെ വരുന്ന ആ മഠത്തിൽ വരുന്ന കുഞ്ഞുങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെതായ അനുഗ്രഹം ഉണ്ടാവും. അവർക്ക് ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള അനുഗ്രഹവും അവർക്ക് കിട്ടും. അവരുടെ മനസ്സ് എല്ലാ തരത്തിലും ഒരു വികസിതമായ മനസ്സായിരിക്കും. ഇടുങ്ങിയ ചിന്താഗതിക്കാരായിരിക്കില്ല അവരാരും. അവരെല്ലാവരും ഇതെല്ലാം കണ്ടു വളരുന്നത് കൊണ്ട് അവരെപ്പോഴും നല്ല മനസ്സ് വികസിച്ച കുട്ടികളായിരിക്കും. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഒരിക്കലും സങ്കടവും ദുഃഖവും ഉണ്ടാവില്ല. കാരണം അവർക്കെല്ലാം ഉൾക്കൊള്ളാൻ സാധിക്കും. പരാജയ ഭീതി ഉണ്ടാവില്ല. ഇപ്പൊ കാണുന്ന പോലെ എന്തെങ്കിലും ചെറിയ പരാജയത്തിൽ ഉടനെ ആത്മഹത്യ ചെയ്യുക, അതൊന്നും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരിക്കലും വരില്ല. അവരെല്ലാം സഹിക്കാൻ സഹനശക്തി ഉള്ളതായിട്ടാണ് വളരുന്നത്. ജീവിതത്തിൽ ഏറ്റവും ആവശ്യമാണ് സഹനശക്തി. അതും കൂടി ലഭിച്ചുകൊണ്ടാണ് അവര് വളരുന്നത്. ഇതിനൊക്കെ ആ സ്വാമിയാർ മഠം ഏറ്റവും സഹായമാണ് എല്ലാവർക്കും. അതുകൊണ്ട് നിങ്ങൾ ഈ സന്ദേശം എല്ലാവരിലേക്കും എത്തിക്കുക. മഠത്തിലെ ഈ സന്ദേശം എല്ലാവരിലേക്കും എത്തിക്കുക. നാളെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവരുടെ പാദങ്ങളിലും നമസ്കാരം. സൈറാം സാർ. സൈറാം സൈറാം സാർ. സൈറാം.